ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ സെക്ഷൻസുകളിലെല്ലാം നമ്മൾ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ടസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമായിരുന്നു. നമ്മൾ ഏതൊക്കെ പ്രോസ്പെക്ടസ് ഉണ്ടെന്നൊക്കെ പഠിച്ചു. അതിൽ തന്നെ മെയിനിലായിട്ട് നമ്മൾ പബ്ലിക് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ കൂടുതലായിട്ടും പഠിച്ചത്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഇനി വരുന്നതേ ഉള്ളൂ. അപ്പോൾ പബ്ലിക് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടുന്ന പ്രോസ്പെക്ടസിനകത്ത് അത് ഇറ്റ് ഷുഡ് ബി ഡേറ്റഡ് ആയിരിക്കണം, അത് സൈൻ ചെയ്തിരിക്കണം, അതുപോലെ തന്നെ അതിനകത്ത് ഉണ്ടായിരുന്ന ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്തിരിക്കണം, ഡിക്ലറേഷൻ ഉണ്ടാകും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പല ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് പഠിച്ചു, ഇങ്ങനെയെല്ലാം പഠിച്ചു. അങ്ങനെ നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു, നമ്മുടെ ആപ്ലിക്കേഷൻസ് മണി റിസീവ് ചെയ്തു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഷെയർസിനെ അലോട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഷെയർസ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഷെയർസ് അലോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഷെയർസ് അലോട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെല്ലാം പ്രൊവിഷൻസും എന്തെല്ലാം നിബന്ധനകളും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ കമ്പനി എന്നുള്ളതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. എക്സാക്ട്ലി നമ്മുടെ ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് നമ്മുടെ നോമിനൽ എമൗണ്ട് ഓഫ് ഷെയർസിൻ്റെ അറ്റ്ലീസ്റ്റ് 5% എങ്കിലും നമുക്ക് ലഭിച്ചിരിക്കണം. നമ്മൾ 5% ഓഫ് ദ നോമിനൽ എമൗണ്ട് ഓഫ് ഷെയർസ് നമുക്ക് നിശ്ചയമായിട്ടുണ്ടായിരിക്കും. അത് ഒന്ന് കണ്ടീഷനാണ്. അതുപോലെ അതിൻ്റെ ആഫ്റ്റർ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 95% മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. സോ ഇതൊക്കെ കമ്പൽസറി ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സെക്യൂരിറ്റീസ് അലോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എന്താണ് നമ്മുടെ നോമിനൽ എമൗണ്ട് ഓഫ് ഷെയർ 5%, അതുപോലെ മിനിമം സബ്സ്ക്രിപ്ഷൻ 95% ആയിരിക്കണം. ഞാൻ ഓഫേർഡ് ഫോർ സെയിലിനെ പറ്റി ഓൾറെഡി പറഞ്ഞു, അത് എക്സംഷൻ ആണ്. ഞാൻ അതിൻ്റെ കാര്യമല്ല പറഞ്ഞു വരുന്നത്, നോർമലിലുള്ളതാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സെക്യൂരിറ്റീസ് പബ്ലിക്കിലേക്ക് അലോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം അതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഒന്നാമതെന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് മീൻസ് the appropriation out of previously unappropriated capital of a company of a certain number of shares to a person till the allotment of such the shares do not exist. It is on allotment that the shares come into existence. In fact, with the sending of allotment letters, the company starts the process of allotment, and it's nothing but acceptance of offer made by the applicants of the securities. അപ്പോൾ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ അൺഅപ്രോപ്രിയേറ്റഡ് ക്യാപിറ്റലിൽ നിന്ന് കമ്പനി എന്ത് ചെയ്യുന്നു, നമ്മുടെ സെർട്ടൻ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് പേഴ്സൺസിന് കൊടുക്കുന്നു. അപ്പോൾ ഈ ടിൽ ദ അലോട്ട്മെന്റ് വരെ ഈ ഷെയർസ് എന്ന് പറയുന്നത് ഇല്ല. എപ്പോഴാണ് ഈ ഷെയർസ് എക്സിസ്റ്റൻസിലേക്ക് വരുന്നത്? ഷെയർസ് എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ വരുന്നത് എപ്പോഴാണ്? നമ്മുടെ അലോട്ട്മെന്റ് നടക്കുമ്പോഴാണ്. അലോട്ട്മെന്റ് പ്രോസസ്സിങ്ങിലാവുമ്പോഴാണ് ഷെയർസ് എന്ന പേര് പോലും ഉണ്ടാകുന്ന ഷെയർസ് എന്ന് പറയുന്ന സംഭവം എക്സിസ്റ്റൻസ് ആവുന്നത്. അതുവരെ ഷെയർസ് എന്നുള്ളത് ഇല്ല. അപ്പം അലോട്ട്മെന്റിലൂടെയാണ് ഷെയർസ് എന്ന ഒരു ഷെയർസിന് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം നമുക്ക് അലോട്ട്മെന്റിന്റെ മീനിങ്ങിലോട്ട് പഠിക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് ലീഗൽ പ്രൊവിഷൻസ് ഗവേണിംഗ് അലോട്ട്മെന്റ്. അപ്പം നമുക്കിതിൻ്റെ ലീഗൽ പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാം. അത് എവിടെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 39 ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. സെക്ഷൻ 39 contains provisions in respect of allotment of securities when there is a public offer. Further, the company's prospectus and allotment of securities rule 2014 have also been issued. അപ്പോൾ നമ്മുടെ അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ എ കമ്പനിയുടെ ലീഗൽ പ്രൊവിഷൻസ് എവിടെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത് പറഞ്ഞാൽ സെക്ഷൻ 39 ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസും കാര്യങ്ങളും എല്ലാം ഡീൽ ചെയ്യുന്നത്. അത് നമുക്ക് ഏതൊക്കെയാണ് ഓരോന്നും നമുക്ക് നോക്കാം. ഒന്നാമതെന്ന് പറയുന്നത് റെസിപ്റ്റ് ഓഫ് മിനിമം എമൗണ്ട് ഈസ് മസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം എമൗണ്ട് എന്തായിരിക്കണം, റിസീവ് ചെയ്തിരിക്കണം. നോ അലോട്ട്മെന്റ് ഓഫ് എനി സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ഓഫേർഡ് ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഷാൾ ബി മെയ്ഡ് അൺലെസ് ദ എമൗണ്ട് സ്റ്റേറ്റഡ് ഇൻ ദ പ്രോസ്പെക്ടസ് ആസ് ദ മിനിമം എമൗണ്ട് ഹാസ് ബീൻ സബ്സ്ക്രൈബ്ഡ് and the sums payable on application for the amount so stated have been paid to and received by company by check or other instrument. അപ്പോൾ ബൈ ചെക്കോ അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെന്റ് വഴിയായാലും കമ്പനിക്ക് എന്ന് പറയുന്നത് മിനിമം സബ്സ്ക്രിപ്ഷൻ, ഞാൻ ഓൾറെഡി പറഞ്ഞു മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 95% ആസ് പെർ സെബി റൂൾ പ്രകാരം. അപ്പം മിനിമം സബ്സ്ക്രിപ്ഷൻ കമ്പനി എന്ത് ചെയ്തിരിക്കണം, റിസീവ് ചെയ്തിരിക്കണം. അപ്പം ബിഫോർ അലോട്ട്മെന്റ്, നമ്മൾ അലോട്ട്മെന്റിന് മുന്നേ തന്നെ കമ്പനി അലോട്ട്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് നമ്മുടെ മിനിമം എമൗണ്ട് നമ്മൾ സബ്സ്ക്രിപ്ഷനും എമൗണ്ട് റിസീവ് ചെയ്യുന്നുള്ളൂ ബൈ മോഡ് ഓഫ് എനി അതർ ചെക്ക് ഓർ അതർ ഇൻസ്ട്രുമെന്റ്, ഏത് മോഡിലായാലും അത്രയും നമുക്ക് കിട്ടിയിരിക്കണം. അത് കിട്ടാതെ ഒരു അലോട്ട്മെന്റും സാധ്യമല്ല എന്നാണ് പറയുന്നത്. ക്വാണ്ടം ഓഫ് എമൗണ്ട് പേയബിൾ ഓൺ ആപ്ലിക്കേഷൻ.
അപ്പം ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. Their amount payable on application on every security shall not be less than 5% of the nominal amount of the securities or such other percentage of the amount as may be specified by the Securities and Exchange Board by making regulation in this behalf. അപ്പോൾ സെബിയുടെ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ സെബിയുടെ റൂൾസ് പ്രകാരം അവർ സ്പെസിഫൈ ചെയ്യുന്നതിന് പ്രകാരം ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് നോമിനൽ എമൗണ്ടിൻ്റെ 5% നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ആ 5% ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ 5% കിട്ടാതെ എന്താ പറയാൻ പാടില്ല, നമുക്ക് ഒരിക്കലും അലോട്ട്മെൻറ്റ് സ്റ്റേജിലേക്ക് കടക്കാൻ പാടില്ല. അപ്പം സെബി ഇതുവരെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% ആണ്. ഇനി കാലമായിട്ട് വേറെ ഏതാ പെർസെൻറ്റേജ് ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഭാഗമായിരിക്കും. സോ ആസ് പെർ സെബിയുടെ റെഗുലേഷൻസ് പ്രകാരം 5% നോമിനൽ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്തിരിക്കണം. അങ്ങനെ കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻസ് അലോട്ട്മെൻറ്റിൻ്റെ മേഖലയിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത എന്ന് പറയുന്നത് കോൺസിക്വൻസസ് ഇഫ് മിനിമം എമൗണ്ട് ഈസ് നോട്ട് സബ്സ്ക്രൈബ്ഡ്. ഇനി നമ്മളിപ്പം പറഞ്ഞു മിനിമം എമൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മിനിമം എമൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് നോക്കാം. അതാണ് കോൺസിക്വൻസ് എന്ന് പറയുന്നത്. എന്താണ് കോൺസിക്വൻസ് നോക്കാം. If the stated minimum amount has not been subscribed and the sum payable on application is not received within a period of 30 days from the date of issue of the prospectus or such other period as may be specified by the Securities and Exchange Board, the amount received under section 1 shall be returned within such a time and manner as may be prescribed. അപ്പോൾ എന്താണ് മിനിമം എമൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലുള്ള കോൺസിക്വൻസിനെ പറ്റി പറയാണ്. അപ്പം നമ്മൾ സ്റ്റേറ്റ് ചെയ്ത ഈ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് വിത്തിൻ എ പീരീഡ് ഓഫ് 30 ഡേയ്സിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ മണിയായിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ നമുക്ക് ആപ്ലിക്കേഷൻ മണിയായിട്ടുള്ളത് ഈ സെഡ് മിനിമം എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെബിയുടെ റൂൾ പ്രകാരം എന്തിരിക്കണം, ഈ എമൗണ്ട് എൻറ്റയർ ഷാൽ ബി റിട്ടേൺ ടു ഈ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന സമയത്തിനുള്ളിൽ തന്നെ ഈ കിട്ടിയ എമൗണ്ട് എല്ലാം തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. റീഫണ്ട് ഓഫ് ആപ്ലിക്കേഷൻ മണി. ഇനി അതിൻ്റെ റീഫണ്ട് കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. റൂൾസ് 11 subsection 1 of the PAS rules mention that if the stated minimum amount has not been subscribed and the sum payable on application is not received within the period specified therein, then the application money shall be repaid within a period of 15 days from the closure of the issue, and if any such money is not so repaid within such a period, the directors of the company who are officers in default shall be jointly and severally be liable to repay the money with interest at the rate of 15% per annum. ഇനി ഈ റീഫണ്ട് ചെയ്യുന്നതായിട്ട് ഞാൻ പറഞ്ഞു, മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മണി റീഫണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. സോ റീഫണ്ട് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പറയുന്നത് റൂള് 11 subsection 1 അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റീഫണ്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നതിന് 15 ഡേയ്സിൽ വിത്തിൻ ദ പീരീഡ് ഓഫ് 15 ഡേയ്സ് 15 ദിവസത്തിനുള്ളിൽ ഈ മണി എന്ത് ചെയ്തിരിക്കണം, തിരിച്ച് ആ പേഴ്സൺസിന് തന്നെ റിട്ടേൺ ചെയ്തിരിക്കണം. അങ്ങനെ റിട്ടേൺ ചെയ്യാത്ത പക്ഷം എന്താണ് കോൺസിക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് ആൻഡ് ദ ഓഫീസേഴ്സ് ഇൻ ഡിഫാൾട്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ തെറ്റുകാരൻ ആ ഓഫീസേഴ്സും അതുപോലെ ഡയറക്ടേഴ്സും ജോയിൻ്റ്ലി ആൻഡ് സെവറലി അവർ ഒരുമിച്ചും അതുപോലെ തന്നെ അവർ ഇൻഡിവിജ്വലായിട്ടും ലയബിളാണ്. എന്ത് ലയബിളാണ്? ഈ പറഞ്ഞിരിക്കുന്ന പൈസ കൊടുക്കാനും ലയബിളാണ്, അതുപോലെ തന്നെ വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 15%, അതായത് 15% പെർ ആനത്തിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതും കൂടി ചേർത്തിട്ട് വേണം എന്ത് ചെയ്തിരിക്കണം, ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് സമയം അതായത് 15 ഡേയ്സിനുള്ളിൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടുന്നത്. അപ്പോൾ എന്താണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ലൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ തിരിച്ചു കൊടുക്കുകയും വേണം, ഇതുപോലെ തന്നെ 15% ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് വേണം കൊടുക്കാൻ. സോ ഇതാണ് അതിൻ്റെ അത് ആരൊക്കെയാണ് ലൈബിൾ എന്ന് പറയുന്നത്? ഡയറക്ടേഴ്സും ഓഫീസേഴ്സ് ഇൻ അവർ ജോയിൻ്റ്ലിയും അതുപോലെ സെവറലിയും ഈ പറയുന്ന മണി റീഫണ്ട് ചെയ്യാനായിട്ട് ലൈബിളാണ്. വിച്ച് അക്കൗണ്ട് ടു ബി ഇഷ്യൂഡ് ഫോർ റീഫണ്ട്. ഇനി ഏത് അക്കൗണ്ടാണ് നമ്മൾ ഇത് റീഫണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞത്, അക്കോർഡിംഗ് ടു റൂൾ 11 subsection 2, the application money to be refunded shall be credited only to the bank account from which the subscription was remitted. അപ്പോൾ എവിടെയാണ് നമ്മൾ റീഫണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടുന്നാണോ ഏത് ബാങ്കിൽ നിന്നാണോ നമുക്ക്
ഈ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് വന്നിരിക്കുന്നത് അതേ ബാങ്കിൽ തന്നെ ആയിരിക്കണം ഈ എമൗണ്ട് റീഫണ്ട് ചെയ്യുമ്പോഴും ചെയ്യുന്നത്. വേറെ ബാങ്കിലല്ല. എവിടുന്നാണോ സബ്സ്ക്രിപ്ഷൻ റെമിറ്റ് ചെയ്തിരിക്കുന്നത് അതേ ബാങ്കിൽ തന്നെ എന്തിരിക്കണം? നമ്മുടെ എമൗണ്ട് റീഫണ്ട് ചെയ്തിരിക്കണം. അപ്പോൾ അതാണ് അക്കൗണ്ടിനെ പറ്റി പറയുന്നത്. അടുത്ത റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ്. ഇനി ഈ അലോട്ട്മെന്റ് നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. രജിസ്ട്രാർക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. അതെങ്ങനെ നോക്കാം. Whenever a company having share capital makes any allotment of securities, it shall file with the registrar or return of allotment in such manner as may be prescribed. അപ്പം ഏത് മാനർ ആണോ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനി അവർക്ക് സെക്യൂരിറ്റീസ് അലോട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓഫ് കോഴ്സ് എന്തിരിക്കണം? അവരുടെ അലോട്ട്മെന്റിന്റെ റിട്ടേൺ എന്തിരിക്കണം? രജിസ്ട്രാർക്ക് മുന്നിൽ ഫയൽ ചെയ്തിരിക്കണം. അപ്പം ഇനി അതിനെപ്പറ്റി സംബന്ധിക്കുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ടൈം ലിമിറ്റ് ഫോർ ഫയലിംഗ് റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ്. നമ്മുടെ റിട്ടേൺ ചെയ്യുന്നതിന്റെ ടൈം ലിമിറ്റിനെ പറ്റി പറയാണ്. അക്കോർഡിംഗ് ടു റൂൾ 12 subsection 1 of PAS rule, whenever a company having share capital makes any allotment of its securities, the company shall within 30 days thereafter file with the registrar a return of allotment in form PAS 3 along with the fees as specified in the company's registration office and fees rules 2014. ഇപ്പോൾ PAS 3 എന്ന ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടുന്നത്. റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അലോട്ട് ചെയ്യുന്നത് വിത്തിൻ 30 ഡേയ്സ്, അതായത് 30 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം? ഈ രജിസ്ട്രാർക്ക് അലോട്ട്മെന്റിന്റെ റിട്ടേൺ എന്ത് ചെയ്തിരിക്കണം? ഫയൽ ചെയ്തിരിക്കണം. അത് പറഞ്ഞിരിക്കുന്നത് റൂള് 12 സബ്സെക്ഷൻ 1 ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് ഉപയോഗിക്കുന്ന ഫോം എന്ന് പറയുന്നത് PAS 3 എന്നുള്ള ഫോമാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്ന് നോക്കാം. ഡീറ്റെയിൽസ് ടു ബി അറ്റാച്ച്ഡ് ഇൻ PAS 3. എന്താ PAS 3 എന്താ ഡീറ്റെയിൽസ് ആണെന്നും പറയാം, നമുക്ക് നോക്കാം. അത് പറയുന്നത് റൂൾസ് 12 സബ്സെക്ഷൻ 2 സ്റ്റേറ്റ്സ് ദാറ്റ് there shall be attached to the form PAS 3 a list of allottees state their names, address, occupation, if any, and a number of securities allotted to each of the allottees, and the list shall be certified by the signatory of the form PAS 3 as being complete and correct as per the records of the company. അപ്പം കമ്പനിയുടെ റെക്കോർഡ് പ്രകാരമുള്ള ഈ അലോട്ടിയുടെ പേര്, അതുപോലെ തന്നെ അഡ്രസ്സ്, ഒക്കുപ്പേഷൻ, അതുപോലെ തന്നെ ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ ആ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ആയിരിക്കണം ഈ ഫോം PAS 3 എന്താ പറയുന്നത് അറ്റാച്ച് ചെയ്യേണ്ടുന്നത്. അത് അറ്റാച്ച് ചെയ്യേണ്ടുന്ന ലിസ്റ്റാണ്. അപ്പം അലോട്ടിയുടെ പേര്, ഡീറ്റെയിൽസ് അവിടെ എല്ലാം, പിന്നെ അതുപോലെ എത്ര ഷെയർസ് ആണ് ഈ പർട്ടിക്കുലർ അലോട്ടിക്ക് കൊടുത്തിരിക്കുന്നത്, ഇതെല്ലാം കൂടെ മെൻഷൻ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽസും ഈ PAS 3 എന്ന് പറഞ്ഞ ഫോമിനൊപ്പം തന്നെ എന്ത് ചെയ്തിരിക്കണം? അറ്റാച്ച് ചെയ്തിരിക്കണം. അത് ഒന്നാമത് പറയുന്നത്. രണ്ടാമത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് വിത്ത് PAS 3 വെൻ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തത് ക്യാഷിനല്ല, വേറെ കൺസിഡറേഷൻ, ക്യാഷ് അല്ലാതെ ഉള്ള കൺസിഡറേഷൻ ആണെന്നുള്ളതെങ്കിൽ എന്താണ് അറ്റാച്ച്മെന്റ് എന്ന് നോക്കാം. അത് പറയുന്നത് അക്കോർഡിംഗ് ടു റൂൾ 12 subsection 3. അപ്പോൾ റൂൾ 12(3) പറയുന്നത് ഇൻ ദ കേസ് ഓഫ് സെക്യൂരിറ്റീസ് നോട്ട് ബീയിങ് ബോണസ് ഷെയർ. നമ്മൾ ബോണസ് ഷെയർസിനെ പറ്റി അല്ല പറയുന്നത്. അലോട്ട്മെന്റ് ആസ് ഫുള്ളി ഓർ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ദർ ഷാൽ ബി അറ്റാച്ച്ഡ് ടു ഫോം PAS 3 a copy of the contract duly stamped pursuant to which the securities have been allotted together with any contract of sale if relating to property or an asset or a contract for service or other consideration. ഇവിടെ എന്താ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് അല്ല കൊടുക്കുന്നത്. പകരം ഇപ്പോൾ സപ്പോസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി നമ്മുടെ വേറൊരു ഫേമോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇതായിട്ട് അവരൊരു ടെക്നിക്കൽ നോയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ നമുക്കൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചോ. സോ ആ സർവീസിന് റിട്ടേൺ പകരമായിട്ട് അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സെക്യൂരിറ്റീസ് മതി. അവർക്ക് പൈസയായിട്ട് റിട്ടേൺ നമ്മൾ എന്തായാലും അവരൊരു സർവീസ് റെൻറ്റേഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി എന്തായിരിക്കണം, അതിന് കമ്പനി തിരിച്ച് റിട്ടേൺ കൊടുത്തിരിക്കണം. ആ റിട്ടേണിന് പകരം അവർ ചോദിച്ചിരിക്കുന്നത്, അവർ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് റിട്ടേണിന് പകരം വേണ്ട, റിട്ടേണിന് പൈസ വേണ്ട, പകരം എന്താ ചെയ്ത് തന്നാൽ മതി, നമുക്ക് സെക്യൂരിറ്റീസ് തന്നാൽ മതി. സോ അവിടെ എന്ന് പറയുന്നത് കൺസിഡറേഷൻ ക്യാഷിലല്ല, എന്തെന്ന് പറയുന്നത് കൺസിഡറേഷൻ എന്ന് പറയുന്നത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഓർ ടെക്നിക്കൽ നോഹോ അതായിരിക്കാം. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിന് റിട്ടേൺ ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് അതിനകത്ത് PAS 3 കൂടെ അറ്റാച്ച്മെന്റ് ഇങ്ങനെയുള്ള കേസാണെങ്കിൽ PAS 3 കൂടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്ട് എന്ന് പറയുന്നത്, അതായത് അവരും നമ്മളുമായിട്ട് ചേർന്നിരിക്കുന്ന കോൺട്രാക്ട് അതെന്ന് പറയുന്നത് ഡ്യൂലി സ്റ്റാമ്പ്ഡ്
അതുപോലെ തന്നെ അതെന്തോ ചെയ്തിരിക്കണം, അതിനകത്ത് സ്റ്റാമ്പ് ചെയ്ത ഒരു കോൺട്രാക്റ്റ് ആയിരിക്കണം. ആ കോൺട്രാക്റ്റ് എന്ന് പറയുന്നതായിരിക്കണം എന്തെന്ന് പറയുന്നത് ഈ PAS3യുടെ ഫോമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. അതായത് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് അലോട്ട്മെൻറ്റിൻ്റെ റിട്ടേൺ ആണ്, അത് PAS3 ഫോമാണ്. അതിൻ്റെ കൂടെ എന്തോ ഇരിക്കണം, ഇതാണ് കേസെങ്കിൽ ഈ കോൺട്രാക്റ്റും കൂടി അറ്റാച്ച് ചെയ്തിരിക്കണം. അടുത്തതെന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് വിത്ത് PAS3 വെൻ കോൺട്രാക്ട് ഈസ് നോട്ട് റെഡ്യൂസ്ഡ് റൈറ്റിംഗ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോൺട്രാക്ട് ഉണ്ടായാൽ കോൺട്രാക്ട് അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി കോൺട്രാക്ട് ഇല്ലെങ്കിലോ, കോൺട്രാക്ട് എഴുതിയിട്ടില്ല എന്ന് വെച്ചോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൂൾ 12(4) ആണ് പറയുന്നത്, സ്റ്റേറ്റ്സ് ദാറ്റ് വേർ എ കോൺട്രാക്ട് റെഫേർഡ് ടു ഇൻ സബ് റൂൾ 3 ഈസ് നോട്ട് റെഡ്യൂസ്ഡ് ടു റൈറ്റിംഗ്, the company shall furnish along with the form PAS3 complete particulars of the contract stamped with the same stamp duty as would have been payable if the contract had been reduced to writing, and those particulars shall be deemed to be an instrument within the meaning of the Indian Stamp Act 1899, and the registrar may condition for filling the particulars require that the stamp duty payable thereon be adjudicated under section 31 of the Indian Stamp Act 1899. ഇനിയിപ്പോൾ ഇവിടെ കോൺട്രാക്ട് എഴുതപ്പെട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ PAS3യുടെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എന്തോ ചെയ്തിരിക്കണം, കമ്പനി ഒരു കോൺട്രാക്റ്റ് അതെന്ന് പറഞ്ഞാൽ ഇത് തയ്യാറാക്കുമ്പോൾ എന്താണോ അതിൻ്റെ സ്റ്റാമ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ള ഒരു കോൺട്രാക്ട് തയ്യാറാക്കി അതിനകത്ത് ബാക്കി ഡീറ്റെയിൽസുകൾ, ഇതിൻ്റെ പർട്ടിക്കുലേഴ്സ് ഡീറ്റെയിൽസുകളെല്ലാം മെൻഷൻ ചെയ്തിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇന്നതാണ് സംഭവങ്ങൾ, ഇത് അതുപോലെ ടെക്നിക്കൽ നോഹ അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്തതിനാണ് സെക്യൂരിറ്റീസ് അലോട്ട് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസുകളെല്ലാം ചെയ്തിരിക്കണം. ആ ഡീറ്റെയിൽസ് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഡീംഡ് കോൺട്രാക്റ്റ് ആയിട്ട്, അത് ഡീംഡ് കോൺട്രാക്റ്റ് ആയിട്ട് അത് മാറുകയും ചെയ്യും. അപ്പം അതിന് എന്താണോ അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ സ്റ്റാമ്പ് ആക്ട് 1990 പറയുന്ന പ്രകാരമുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകിക്കൊണ്ട് ഈ ഡീറ്റെയിൽസ് എന്തോ ചെയ്തിരിക്കണം, PAS3യിൽ അറ്റാച്ച് ചെയ്തിരിക്കണം. അറ്റാച്ച്മെന്റ് ഓഫ് റിപ്പോർട്ട് ഓഫ് എ രജിസ്ട്രേഡ് വാല്യൂവർ അത് പറയുന്നത് അക്കോർഡിംഗ് ടു റൂൾ 12(5) എ റിപ്പോർട്ട് ഓഫ് എ രജിസ്ട്രേഡ് വാല്യൂവർ ഇൻ റെസ്പെക്ട് ഓഫ് എ വാല്യുവേഷൻ ഓഫ് ദ കൺസിഡറേഷൻ ഷാൽ ആൾസോ ബി അറ്റാച്ച്ഡ് എലോങ് വിത്ത് ദ കോൺട്രാക്ട് ആസ് മെൻഷൻഡ് ഇൻ സബ് റൂൾ 3 ആൻഡ് സബ് റൂൾ 4. അപ്പോൾ നമ്മൾ റൂൾ 12 സബ് റൂൾ 3യിലും 4ലും പറഞ്ഞു. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞു. റൂൾ 4 പറയുന്നത് സബ് റൂൾ 4 എന്തോ പറയുന്നു, കോൺട്രാക്ട് ഇല്ല എങ്കിൽ ഒരു ഇത് ഉണ്ടാക്കാൻ പറഞ്ഞു, ഒരു ഡോക്യുമെന്റ്സ് ഉണ്ടാക്കാൻ പറഞ്ഞു. ആ പർട്ടിക്കുലേഴ്സ് ഉണ്ടാക്കിയിട്ട് ശേഷം അത് സ്റ്റാമ്പ് ചെയ്താൽ അതും കൂടെ അറ്റാച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കേസിൽ എന്ന് പറയുന്നത് അവിടെ എന്താണ് ഇതിൻ്റെ വാല്യൂ എന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവർ തന്നിരിക്കുന്ന സർവീസ് ഉണ്ട്, സർവീസ് തൂക്കി നോക്കാൻ പറ്റത്തില്ലല്ലോ. സോ സർവീസിന് എന്താണ് വാല്യൂ എന്നുള്ളത് അറിഞ്ഞെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ അറ്റ് ദ സെയിം വാല്യൂവിന് നമ്മൾ സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ വാല്യൂ എങ്ങനെയാണ് കണ്ടെത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഡ് വാല്യൂവർ എന്തോ ചെയ്തിരിക്കണം, ആ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കൽ നോഹവിനായാലും സർവീസ് റെൻഡിനായാലും അതിൻ്റെ വാല്യൂ നിശ്ചയിച്ചിട്ട് ആ നിശ്ചയിച്ചിരിക്കുന്ന ആ രജിസ്ട്രേഡ് വാല്യൂവർ നിശ്ചയിച്ചിരിക്കുന്ന ആ വാല്യൂവിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹം മെൻഷൻ ചെയ്യുന്ന ഡീറ്റെയിൽസ് എന്തോ ഇരിക്കണം, ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. അപ്പോൾ എന്തോ ചെയ്യും, അപ്പോൾ ഒരു ഇതിനകത്ത് എന്താ പറയുന്നത്, ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാകും. ഇതിൻ്റെ വാല്യൂ നമ്മുടെ രജിസ്ട്രേഡ് വാല്യൂ കൊണ്ട് വാല്യൂ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ അവരുടെ ആ ഡോക്യുമെൻറ്റും കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. അടുത്തതെന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് ഓർ റെസൊല്യൂഷൻ ഇൻ കേസ് ഓഫ് ബോണസ് ഇഷ്യൂ. റൂൾ 12 സബ് റൂൾ 6 സ്റ്റേറ്റ്സ് ദാറ്റ് in the case of issue of bonus shares, a copy of the resolution passed in the general meeting authorized the issue of such shares shall be attached in the form PAS3. ഇനി ബോണസ് ഷെയർസ് ആയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറൽ മീറ്റിങ്ങിൽ നമ്മുടെ റെസൊല്യൂഷൻ പാസ്സാക്കിയതിൻ്റെ കോപ്പി എന്തോ ചെയ്തിരിക്കണം, ഇതിൻ്റെ കൂടെ PAS3യുടെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് ഓഫ് വാല്യുവേഷൻ റിപ്പോർട്ട് ഓഫ് ദ registered valuer when shares have been issued in pursuance of section 62 subsection 1 clause C. അപ്പോൾ ഇവിടെ സബ്സെക്ഷൻ 62(1) clause സിയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മുടെ രജിസ്ട്രേഡ് വാല്യൂവറിൻ്റെ കാര്യത്തെ പറ്റിയാണ്. റൂൾ 12 സബ് റൂൾ 7 സ്റ്റേറ്റ് ദാറ്റ് ഇൻ കേസ് ദ ഷെയർസ് ഹാവ് ബീൻ ഇഷ്യൂഡ് ടു ദ പർസൺസ് ഓഫ് clause C or subsection 1 the section 62 by a company other than listed company whose equity shares or convertible preference share are listed on any recognized stock exchange, there shall be attached to form PAS3 the valuation report of the registered value. ഇപ്പോൾ മേളിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ദാൻ ലിസ്റ്റഡ് കമ്പനി, അതുപോലെ തന്നെ നമ്മുടെ സെബി അതായത് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ്, അതായത് ഇക്വിറ്റി ഷെയർസോ കൺവേർട്ടബിൾ ഷെയർസോ പ്രിഫറൻസ് ഷെയർസോ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ലിസ്റ്റഡ് കമ്പനി ഒഴികെയുള്ള ബാക്കിയുള്ള കമ്പനി എന്ന് പറയുന്നത് അവർ ഇത് വാല്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിരിക്കണം, അത് രജിസ്ട്രേഡ് വാല്യൂവറിൻ്റെ വാല്യുവേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നതും PAS3യുടെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അടുത്തതെന്ന് പറയുന്നത് പണിഷ്മെന്റ് ഫോർ ഡിഫാൾട്ട്. ഇനി ഇതിനകത്ത് പണിഷ്മെന്റ് ആണ്. ഇതിനകത്ത് എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ പറയുന്നത്, ഇൻ കേസ് ഓഫ് എനി ഡിഫാൾട്ട് അണ്ടർ സെക്ഷൻ 3 or subsection 4, the company and the officer who in default shall be liable to a penalty for each default of 1,000 rupees for each day during such other default continues or 1 lakh rupees whichever less. അപ്പം ഇങ്ങനെ ഇതിനകത്ത് എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പനി, അതുപോലെ തന്നെ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ഓഫീസർ എന്ന് പറയുന്നത് 1000 രൂപ മുതൽ 1000 രൂപ ഈ ഡിഫോൾട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിന് വരെ ഓരോ ദിവസവും 1000 രൂപ വെച്ച്, അല്ലെങ്കിൽ 1,00,000 രൂപ, ഇതിനകത്ത് ഏതാണോ കുറവ് അതെന്ന് പറയുന്നത് എന്തായിരിക്കും, പെനാൽറ്റി ആയിട്ട് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകളാണ് ഇതിനകത്ത്. ഈ മെയിൻ ഡീറ്റെയിൽസിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ്. മിനിമം എമൗണ്ട് എന്തോ ചെയ്തിരിക്കണം, സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ആപ്ലിക്കേഷൻ മണി ഹാവ് ബി പെയ്ഡ് ആൻഡ് റിസീവ്ഡ് ബൈ ദ കമ്പനി. ആപ്ലിക്കേഷൻ മണി എന്തോ ചെയ്തിരിക്കണം, അത് കമ്പനി റിസീവ് ചെയ്തിരിക്കണം. ആപ്ലിക്കേഷൻ മണി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 5% എന്ന് പറഞ്ഞില്ല, നോമിനൽ എമൗണ്ട് ഷെയർസിൻ്റെ 5% കുറയാൻ പാടില്ല. അതുപോലെ തന്നെ സെബി ഇനി വേറെ പെർസെൻറ്റേജ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ടൈം ടു ടൈമിൽ ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പോൾ സെബി പറയുന്ന പെർസെൻറ്റേജോ അല്ലെങ്കിൽ 5% എന്തോ ചെയ്തിരിക്കണം, ആപ്ലിക്കേഷൻ മണി മിനിമം എന്ത് ചെയ്തിരിക്കണം, നോമിനൽ എമൗണ്ട് ഓഫ് ഷെയർസിൽ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിരിക്കണം. ഇനി മിനിമം എമൗണ്ട് നോട്ട് സബ്സ്ക്രൈബ്ഡ് ആൻഡ് ആപ്ലിക്കേഷൻ മണി റോട്ട് റിസീവ്ഡ്. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടില്ല, ആപ്ലിക്കേഷൻ മണി കിട്ടില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ എന്തെന്ന് പറയുക, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ, അതുപോലെ തന്നെ സെബി പറയുന്ന പീരീഡ് ഏതാണോ അതിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, എമൗണ്ട് റിസീവ്ഡ് ഷാൽ ബി റിട്ടേൺ വിത്തിൻ 15 ഡേയ്സ് ഫ്രം ദ ക്ലോഷർ ഓഫ് ദ ഇഷ്യൂ. അപ്പം നമ്മുടെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നതിന് 15 ഡേയ്സിനുള്ളിൽ ഈ പൈസയെല്ലാം എന്തിരിക്കണം, തിരിച്ച് നൽകിയിരിക്കണം. ഇനി വേർ കമ്പനി മേക്സ് ആൻ അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഷാൾ ഫയൽ എ റിട്ടേൺ ഓൺ അലോട്ട്മെന്റ് വിത്തിൻ 30 ഡേയ്സ് വിത്ത് ദ രജിസ്റ്റർ. അപ്പം നമ്മുടെ കമ്പനിയിൽ സെക്യൂരിറ്റീസ് അലോട്ട് ചെയ്യുമ്പോൾ ആ റിട്ടേൺ എന്ന് പറയുന്നത്, രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ, അതായത് അലോട്ട്മെന്റ് സെക്യൂരിറ്റീസ് അലോട്ട് ചെയ്യുന്നത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, രജിസ്ട്രാർക്ക് ഫയൽ ചെയ്തിരിക്കണം. അതിനെന്തെങ്കിലും വീഴ്ച വരുത്തിയാലോ, കമ്പനി ഷാൾ പേ പെനാൽറ്റി ഓഫ് 1,000 rupees ഓഫ് ഈച്ച് ഡേ വിച്ച് ഷാൾ ഡിഫാൾട്ട് കണ്ടിന്യൂ. അപ്പോൾ കമ്പനി അതുപോലെ തന്നെ ഇതിന് ഓഫീസറും ഉണ്ട്, അവർ ഡിഫാൾട്ട് എന്തോന്ന് 1000 രൂപ പെർ ഡേ വെച്ച് എന്ന് വരെ ഈ ഡിഫോൾട്ട് കണ്ടിന്യൂ ചെയ്യുന്നു അന്ന് വരെ അടയ്ക്കേണ്ടിയിരിക്കണം. അല്ലെങ്കിൽ 1,00,000 രൂപ ഇതിനകത്ത് ഏതാണോ കുറവ് അതെന്ന് പറയുന്നത് എന്താണ്, പെനാൽറ്റി ആയിട്ട് നൽകേണ്ടതാണ്, ബാധ്യസ്ഥരാണ്. ഇനി അതിനകത്ത് തന്നെ ഓൺ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ഫോർ ദിസ് നീഡ്സ് ടു ബി അലോട്ടഡ് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ. ഇനി സെക്യൂരിറ്റീസ് എന്തോ ചെയ്തു, ഇഷ്യൂ ചെയ്തു, അത് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് മിനിമം സബ്സ്ക്രിപ്ഷൻ ടു ബി റിസീവ്ഡ് വിത്തിൻ 30 ഡേയ്സ് ഇഷ്യൂ ഓഫ്. അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ സാധനം തന്നെയാണ്. നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിരിക്കണം. ഇൻ കേസ് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ നോട്ട് റിസീവ്ഡ്, മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടില്ലെങ്കിൽ ദ ഇഷ്യൂ ഈസ് കൺസിഡേർഡ് ആസ് ഫെയിൽഡ്. ഇഷ്യൂ എന്തോ ചെയ്യണം, ഫെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യും. ടു ടേക്ക് കെയർ ഓഫ് സച്ച് ആൻഡ് ഇവൻച്വലി ദ മെർച്ചന്റ് ബാങ്കേഴ്സ് ഇൻ കേസ് ഓഫ് പബ്ലിക് ഓഫർ റിസോർട്ട് ടു അണ്ടർറൈറ്റിംഗ്, സൂറ്റബിൾ പ്രൈസിംഗ്, ബ്രിങ്ങിങ് ഇൻ ആങ്കർ, ഇൻവെസ്റ്റിംഗ് എക്സെട്ര എമംഗ് അതർ തിങ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ പബ്ലിക്കിൽ നിന്ന് കിട്ടത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ അണ്ടർ റൈറ്റിംഗ് അവരൊക്കെ ചിലപ്പോൾ ഏറ്റെടുത്തിട്ട് നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ ആക്കി തരും. സോ അതൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയും നടന്നില്ല എങ്കിൽ ഈ ഇഷ്യൂസിനെ എന്തോ ചെയ്യും, ഫെയിൽ ഇഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ ഫെയിൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ എൻ്റയർ ഇഷ്യൂ പ്രൊസീജിയേഴ്സ് നീഡ് ടു ബി റീഫണ്ടഡ് അലോങ് വിത്ത് ആപ്ലിക്കബിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എമൗണ്ടും എന്തോ ചെയ്തിരിക്കണം, റീഫണ്ട് ചെയ്തിരിക്കണം. അടുത്തതെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ മണി നീഡ് ടു ബി മിനിമം 5% നോമിനൽ എമൗണ്ട്. നമ്മൾ കണ്ടതാണ്, ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് മിനിമം 5% ഓഫ് നോമിനൽ എമൗണ്ട് ആണ്. സച്ച് എമൗണ്ട് ആസ് മേ ബി സ്പെസിഫൈഡ് ടു കവർ മിനിമം എമൗണ്ട് സ്റ്റേറ്റഡ് ഇൻ ദ പ്രോസ്പെക്ടസ്. അതുപോലെ തന്നെ പ്രോസ്പെക്ടസിനകത്ത് എന്തെങ്കിലും മിനിമം എമൗണ്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അതിനകത്ത് സഫീഷ്യൻ്റ് ആണ്. അതുപോലെ അടുത്തതെന്ന് പറയുന്നത് റിട്ടേൺ ഓഫ് അലോട്ട്മെന്റ് നീഡ്സ് ടു ബി ഫയൽഡ് വിത്ത് ROC വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം ആഫ്റ്റർ ദ അലോട്ട്മെന്റ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം, ROCയിൽ നമ്മൾ ഇതിൻ്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇവിടെ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ആ എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. ഇതാണ് എക്സാമ്പിൾ. എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, after having received 80% of the minimum subscription as stated in this prospectus, Rega Detective Instrument Limited, before finalizing of the allotment, withdraw
50% of the said amount from the bank for the purchase of certain asset. Thereafter, it is stated allotting the shares to the subscribers. Rashmi, one of the subscribers, was allotted 1,000 security shares. She, however, refused to accept the allotment on ground that such allotment was violative of the provisions of the Companies Act 2030. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്ന മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത് 80% ദിവസം മിനിമം സബ്സ്ക്രിപ്ഷൻ ആണ്. 80% മിനിമം സബ്സ്ക്രിപ്ഷൻ അല്ലല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു മിനിമം സബ്സ്ക്രിപ്ഷൻ ഷുഡ് ബി 95% ആണ് നമ്മുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടാതെ നമ്മൾ എന്തോ ചെയ്യുന്നു, ഈ അലോട്ട്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മിനിമം അലോട്ട് എന്തെന്ന് പറയുന്നത് ഫെയിലിയർ ഇഷ്യൂ ആണ്. എത്രയാണോ എമൗണ്ട് നമുക്ക് അലോട്ട്മെന്റ് നടത്താൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ നമുക്ക് പൈസ കിട്ടിയിരിക്കുന്ന പൈസ നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ ആ കിട്ടിയ പൈസ എത്രയും എന്തോ ചെയ്തിരിക്കണം, റീഫണ്ട് ചെയ്തിരിക്കാൻ കമ്പനി ബാധ്യസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പനിയിൽ പറയുന്നത് പോലെ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് വയലേറ്റീവ് ആണ്. നമ്മുടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം വയലേറ്റീവ് ആണ്. അത് അലോട്ട്മെന്റ് നടത്താൻ പാടുള്ളതല്ല. കാരണം മിനിമം സബ്സ്ക്രിപ്ഷൻ ഇതിനകത്ത് ലഭിച്ചിട്ടില്ല എന്ന കാരണം കൊണ്ട്. അപ്പം രശ്മി ഈസ് വിത്തിൻ ഹെർ റൈറ്റ്സ് ടു റെഫ്യൂസ് ദ അലോട്ട്മെന്റ് ഷെയർ വിച്ച് ഹാസ് ബി ഇല്ലീഗലി മെയ്ഡ് ബൈ ദ കമ്പനി. ഉണ്ടോ, കമ്പനി എന്തോ ഇല്ലീഗലി മെയ്ഡ് ചെയ്തതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം സബ്സ്ക്രിപ്ഷൻ അവിടെ ഫുൾഫില്ല് ചെയ്തിട്ടില്ല. സോ ഇത്രയാണ് നമ്മൾ സെക്യൂരിറ്റീസ് അലോട്ട്മെന്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മിസ് സ്റ്റേറ്റ്മെന്റ്, ഇനി പ്രോസ്പെക്ടസിലൊക്കെ മിസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായാൽ പറയുന്ന കാര്യങ്ങളാണ്. സോ അത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കാം. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.